സ്വത്ത് തർക്കത്തെ തുടർന്ന് മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൽപ്പകഞ്ചേരി വളവന്നൂർ വാര്യത്ത് മൊയ്തീൻ കുട്ടിയെയാണ് മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാർ ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസത്തിലധികം തടവും അനുഭവിക്കണം. മാർച്ച് 21 വളവന്നൂർ ചേലക്കലയിൽ വെച്ചാണ് മാതാവ് പാത്തുമ്മയെ പ്രതി മൊയ്തീൻ കുട്ടി കൊലപ്പെടുത്തിയത്. പാത്തുമ്മയുടെ ഭർത്താവ് പരേതനായ അബ്ദുറഹിമാന്റെ പേരിലുള്ള സ്വത്ത് വിറ്റ് മൊയ്തീൻ കുട്ടിയുടെ പേരിൽ വസ്തു വാങ്ങിയിരുന്നു. ഇതിനുശേഷം ഇയാൾ മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. ശേഷം പല വീടുകളിലായാണ് പാത്തുമ്മ കഴിഞ്ഞിരുന്നത്. ഇതിനിടെ ജീവിത ചെലവിന് പണം കിട്ടണമെന്നാവശ്യപ്പെട്ട് പാത്തുമ്മ മൊയ്തീന്റെ പേരിൽ തിരൂർ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു. സംഭവ ദിവസം കോടതിയിൽ പാത്തുമ്മയുടെ കേസ് പരിഗണിച്ചിരുന്നു. അദാലത്തിൽ പാത്തുമ്മയും മൊയ്തീനും ഹാജരായി. ഇവിടെ വെച്ച് മാതാവിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് മൊയ്തീൻ കുട്ടി കരാറുണ്ടാക്കി. ഇരുവരും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചേലക്കൽ ഇടവഴിയിൽ വെച്ച് വൈകിട്ട് 7 മണിയോടെ മൊയ്തീൻ പാത്തുമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. 27 സാക്ഷികളെയും 21 രേഖകളും 27 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രതിയുടെ നഖത്തിനടിയിൽ പാത്തുമ്മയുടെ രക്തമുണ്ടെന്ന് രാസപരിശോധനയിൽ കണ്ടെത്തിയതാണ് കേസിൽ വഴിത്തിരിവായത്. 2-ാം സാക്ഷി കരീമിന്റെയും കൊല്ലപ്പെട്ട പാത്തുമ്മയ്ക്ക് വേണ്ടി തിരൂർ കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ഇസ്മായിലിന്റെയും മൊഴി കേസിൽ നിർണായകമായി. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സി വാസുവും അഡ്വക്കേറ്റ് സി ബാബുവും ഹാജരായി. ന്യൂസ് മലയാളം, മലപ്പുറം.